ഓക്കെ, നമ്മളപ്പോൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഡ് പൈപ്പ്ലൈനും S3യും തമ്മിലുള്ള ക്ലോസ് റിലേഷനാണ്, എങ്ങനെയൊക്കെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ടും. അപ്പോൾ നമ്മൾ കോഡ് പൈപ്പ്ലൈൻ്റെ ക്രിയേഷനിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മൾ ഓൾറെഡി കണ്ടതാണ് ലാസ്റ്റ് നമ്മൾ ബിൽഡ് ഫെയിലായി, അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഫെയിൽ നമ്മളാക്കിയതാണ് ഒരു ചെക്കിംഗ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ലാസ്റ്റ് സെഷൻ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഈ ഒരു സെഷനിലോട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ കോഡ് പൈപ്പ്ലൈൻ്റെ ഒരു ക്രിയേഷനിലോട്ട് നമുക്ക് ഒന്നുകൂടെ എടുത്തു നോക്കാം. കോഡ് പൈപ്പ്ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഓൾറെഡി കണ്ടിരുന്നു, നമുക്ക് ആർട്ടിഫാക്ട്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് ഡിഫോൾട്ട് ലൊക്കേഷനും പിന്നൊന്ന് കസ്റ്റം ലൊക്കേഷനും. ഓക്കെ, അപ്പോൾ ഡിഫോൾട്ട് ലൊക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ഓരോ തവണയും പുതിയ S3 ബക്കറ്റ്സ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊരു നല്ല മെത്തേഡല്ല. നമുക്ക് അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമ്മളൊരു പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിലൊക്കെ നമുക്ക് ഒരുപാട് ബിൽഡ്സ് നമ്മൾ ഡെയിലി നടക്കുന്നുണ്ടായിരിക്കും, റിലീസ് നടക്കുന്നതനുസരിച്ച് തന്നെ ബിൽഡ്സും നടക്കുന്നുണ്ടാകും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ചെയ്യേണ്ടത് ഒരു കസ്റ്റം ലൊക്കേഷൻ, ഒരു S3 ബക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ആർട്ടിഫാക്ട്സ് എല്ലാം അതിലോട്ട് സ്റ്റോർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പം നമ്മളിവിടുത്തെ S3 സർവീസ് ഒന്ന് എടുത്തു നോക്കാം. നമ്മൾ S3 സർവീസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, അതായത് നമ്മളിപ്പോൾ ലാസ്റ്റ് ബിൽഡ് ചെയ്യപ്പോൾ ക്രിയേറ്റ് ആയി വന്ന ഒരു ബക്കറ്റാണിത്, കോഡ് പൈപ്പ് ലൈൻ എന്ന പേരിൽ ക്രിയേറ്റ് ആയി വന്നത്. അപ്പം ഓരോ തവണ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ആർട്ടിഫാക്ട്സ് സ്റ്റോറിൽ ഇവിടുത്തെ ഓപ്ഷൻ നമ്മൾ പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫോൾട്ട് ലൊക്കേഷനാണ് കൊടുക്കുന്നതെങ്കിൽ ഓരോ തവണയും ഇതുപോലെ പുതിയ ബക്കറ്റ്സ് ക്രിയേറ്റ് ആയി വരും. നമ്മുടെ S3 ബക്കറ്റ് സർവീസിൽ ഓരോ പുതിയ തവണയും ഇങ്ങനെ ബക്കറ്റ്സ് ക്രിയേറ്റ് ആയി വന്ന് ലിമിറ്റ് എത്തും നമുക്ക്. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു ബക്കറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് സെൻട്രലി ആ ഒരു ബക്കറ്റ് തന്നെ എല്ലാ ബിൽഡിനും യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്രിയേറ്റ് ആയി വന്ന ബക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ കോഡ് പൈപ്പ് ലൈൻ ഡെമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈപ്പ് ലൈൻ്റെ പേരിൽ തന്നെ ഒരു ഡയറക്ടറി അവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത് കാണാം. അതിനകത്ത് നമുക്ക് സോഴ്സ് ആർട്ടിഫാക്റ്റ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആർട്ടിഫാക്ട്സ് കാണാൻ സാധിക്കും. ഓരോ തവണയും നമ്മൾ ബിൽഡ് കൊടുക്കുമ്പോൾ ഓരോ തവണയും ആ ഒരു സോഴ്സിൽ നിന്ന് പുൾ ചെയ്തെടുത്തുകൊണ്ട് വന്ന് ഇവിടെ കീപ്പ് ചെയ്യുന്ന ആർട്ടിഫാക്ട്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അത് നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ലാസ്റ്റ് ആർട്ടിഫാക്റ്റ് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ S3 URIയും ARNും എല്ലാം ഇവിടെ കാണിക്കും. നമുക്കിവിടെ മെയിനായിട്ട് നോക്കേണ്ടത് താഴോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ സെർവർ സൈഡ് എൻക്രിപ്ഷൻ സെറ്റിങ്സിൽ വരികയാണെങ്കിൽ, അതായത് നമ്മളിവിടെ കോഡ് പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ആർട്ടിഫാക്ട് സ്റ്റോർ നമുക്ക് ഡിഫോൾട്ട് അല്ലെങ്കിൽ ഒരു കസ്റ്റം ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ എൻക്രിപ്ഷൻ കീയും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒന്നിൽ നമുക്ക് ഡിഫോൾട്ട് AWS മാനേജ്ഡ് കീ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ മാനേജ്ഡ് കീ കൊടുക്കാം. അപ്പോൾ ഡിഫോൾട്ട് AWS മാനേജ്ഡ് കീ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ എക്സാമ്പിൾസിലെല്ലാം ചെയ്തത്. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ആർട്ടിഫാക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ കൊടുത്ത പോലെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് AWS കീ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എൻക്രിപ്ഷന് വേണ്ടിയിട്ട് AWS മാനേജ്മെൻറ്റ് സർവീസ് കീയാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ കീയുടെ ARN ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു പുതിയ ടാബിൽ അത് ഓപ്പണായി വരും. അപ്പോൾ നമുക്ക് എൻക്രിപ്ഷൻ കീ യൂസ് ചെയ്തിരിക്കുന്നത് ഏലിയസ് പേര് കൊടുത്തിരിക്കുന്നത് AWS S3 ആണ് എൻക്രിപ്ഷൻ കീ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കീ പോളിസി ഉപയോഗിച്ചിട്ടാണിത് ആ ഒരു ആർട്ടിഫാക്റ്റ് എൻക്രിപ്റ്റഡ് ആക്കിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ ഇതിലൊന്ന് അറിഞ്ഞിരിക്കുക, ഈ ആർട്ടിഫാക്ട്സും പിന്നെ എൻക്രിപ്ഷൻ. അപ്പോൾ നമുക്ക് കസ്റ്റമർ മാനേജർ കീ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഡിഫോൾട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും എൻക്രിപ്റ്റഡ് ആയിട്ട് വരിക, AWS മാനേജർ കീ സർവീസ് ഉപയോഗിച്ചിട്ട്. അതിൻ്റെ എൻക്രിപ്ഷൻ കീ വന്നിട്ട് AWS S3 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് എൻക്രിപ്ഷൻ നടക്കുന്നത് ബൈ ഡിഫോൾട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഈ ഒരു ആർട്ടിഫാക്ട്സ് സ്റ്റോർ ലൊക്കേഷനും. അത് മെയിനായിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മറന്നു അത് ഓർത്തിരിക്കുക. ഡിഫോൾട്ട് ലൊക്കേഷൻ കൊടുക്കുന്നതും കസ്റ്റം ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതും പിന്നെ ഈ ഒരു എൻക്രിപ്ഷൻ കീയുടെ കേസ്. ഓക്കെ, അപ്പോൾ അടുത്ത രണ്ടാമത്തെ കാര്യം നമുക്ക് ഇതിൽ നോക്കേണ്ടത് ആർട്ടിഫാക്ട്സിൻ്റെ കാര്യമാണ്. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം ഇപ്പോൾ. ഓക്കെ, ആർട്ടിഫാക്ട്സിൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു കോഡ് പൈപ്പ് ലൈൻ തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഡിഫറൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സോഴ്സ് ഉണ്ട്, പിന്നെ നമുക്ക് കോഡ് ബിൽഡ് നമ്മൾ ഇടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചു, പിന്നെ അവസാനം ഡിപ്ലോയ് സ്റ്റേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലെല്ലാം തന്നെ ആർട്ടിഫാക്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർട്ടിഫാക്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും തമ്മിൽ ഡയറക്റ്റ് ഇൻ്റർകണക്ഷൻ കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം ജസ്റ്റ്. അതായത് നമ്മളിപ്പോൾ സോഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ S3 ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ആ പൈപ്പ് ലൈന് കറസ്പോണ്ടിങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ബക്കറ്റാണിത്. നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അവിടെ നമ്മുടെ പൈപ്പ് ലൈൻ കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡയറക്ടറി ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് നമുക്കിവിടെ സോഴ്സ് ആർട്ടിഫാക്റ്റ്, അതിന് ആ പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്, സോഴ്സ് ആർട്ടി എന്ന് പറഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സോഴ്സ് ആർട്ടിഫാക്റ്റ് ക്രിയേറ്റ് ആയി വന്നിരിക്കുന്നത് നമ്മൾ ഓരോ തവണ കോഡ് പൈപ്പ് ലൈൻ റൺ ചെയ്യുമ്പോഴും
നമ്മുടെ സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ സോഴ്സ് കോഡ് കിടക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കേസിൽ നമ്മുടെ കോഡ് കമ്മിറ്റിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കോഡ് കമ്മിറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഈ പറഞ്ഞ സോഴ്സ് RT എന്ന് പറഞ്ഞൊരു ഡയറക്ടറിയിലോട്ട് അത് സ്റ്റോർ ചെയ്യും. ഫസ്റ്റ് നമ്മുടെ ഓരോ തവണയും നമ്മുടെ കോഡ് പൈപ്പ് ലൈൻ റൺ ചെയ്യുമ്പോൾ, അപ്പോൾ അതിനുള്ള ഡയറക്ടറിയാണ് ഈ സോഴ്സ് RT എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ഒരു ഡയറക്ടറി നോക്കിക്കഴിഞ്ഞാൽ മറ്റ് കോഡ് പൈപ്പ് ലൈൻ ഡെമോ എന്ന ഡയറക്ടറിക്കകത്ത് 2 ഫോൾഡേഴ്സ് ഉണ്ടായിരുന്നതിൽ ഒന്നാണ് നമ്മളിപ്പോൾ കണ്ട സോഴ്സ് ആർട്ടിഫാക്ട്സ് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമാണ്. അതായത് ഓരോ തവണ കോഡ് പൈപ്പ് ലൈൻ റൺ ചെയ്യുമ്പോഴും AWS കോഡ് കമ്മിറ്റ് അതാണ് ഇവിടെ നമ്മൾ സോഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള കംപ്ലീറ്റ് കോഡും എടുത്തുകൊണ്ട് വന്ന് ആർട്ടിഫാക്റ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഈ ഒരു സോഴ്സ് RT എന്ന് പറഞ്ഞ ഡയറക്ടറിക്കകത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്താ സംഭവിക്കുന്നത്? പിന്നീട് സംഭവിക്കുന്നത് കോഡ് ബിൽഡാണെന്ന് സംഭവിക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് കൊടുത്തിരിക്കുന്ന അടുത്ത സ്റ്റേജ് കോഡ് ബിൽഡാണ്. അതായത് നമുക്ക് നമ്മുടെ കോഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ആ ഒരു കോഡ് ബിൽഡിന് അത് കിട്ടുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഈ പറഞ്ഞ സോഴ്സ് ആർട്ടിഫാക്റ്റിൽ നിന്നാണ് കിട്ടുന്നത്. നമുക്ക് ആ ടെസ്റ്റ് ചെയ്യേണ്ട കോഡ് ഇവിടെ നിന്നാണ് അത് എടുക്കുന്നത്, കോഡ് ബിൽഡ്. അപ്പോൾ അങ്ങനെ കോഡ് ബിൽഡ് എടുത്ത ശേഷം കോഡ് ബിൽഡ് ചെക്ക് ചെയ്ത് സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തിരിച്ച് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡിപ്ലോയ് സ്റ്റേജിന് ആ ആർട്ടിഫാക്റ്റ് കിട്ടുന്നത് ഈ ഒരു സോഴ്സ് ഔട്ട്പുട്ട്, ഇവിടെ ഔട്ട്പുട്ട് റിസൾട്ട് എന്നുള്ള നമ്മളവിടെ കൊടുത്തിരുന്നു ഓൾറെഡി. ഇവിടെ നമ്മൾ കോഡ് ബിൽഡ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മളവിടെ ഔട്ട്പുട്ട് ഏതൊരു പേരിൽ വേണമെന്നുള്ള നമ്മൾ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഔട്ട്പുട്ട് റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഇവിടെ ഷോർട്ടായിട്ട് ഔട്ട്പുട്ട് റിസൾട്ട് എന്നും പറഞ്ഞിട്ട് ക്രിയേറ്റ് ആയി വന്നിരിക്കും. നമ്മൾ കൊടുക്കുന്ന ആ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും ഇവിടെ ആ ഒരു ബക്കറ്റിനകത്ത് ഡയറക്ടറി ക്രിയേറ്റ് ആയി വരുന്നത്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് റിസൾട്ട്സ് എന്നുള്ളത് ആ കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡയറക്ടറി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് സക്സസ്ഫുൾ ബിൽഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ആയി വരുന്നത് ഔട്ട്പുട്ട്, അതിൻ്റെ ഔട്ട്പുട്ട്, ബിൽഡിന് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ പിന്നീട് ഇവിടെ നിന്നാണ് ഈ ഡിപ്ലോയ് സ്റ്റേജിന് കിട്ടുന്നത്, സോഴ്സ് കിട്ടുന്നത്, ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ് കിട്ടുന്നത് ഈ പറഞ്ഞ ഔട്ട്പുട്ട് റിസൾട്ട്സ് എന്ന് പറഞ്ഞ ഡയറക്ടറിക്കകത്ത് എന്നുള്ളതാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ എല്ലാ സ്റ്റേജും ആർട്ടിഫാക്ട്സ് വെച്ചിട്ടാണ് ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർട്ടിഫാക്ട്സ് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? S3യിലുമാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് പറയാം നമ്മുടെ ഈ കോഡ് പൈപ്പ് ലൈൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S3 തന്നെയാണ്. S3 ബക്കറ്റിലുള്ള ആർട്ടിഫാക്ട്സ് ഓരോ ഡയറക്ടറിക്കകത്തും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സ്റ്റേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർട്ടിഫാക്ട്സ് ക്രിയേറ്റ് ആയി വരും, ഓരോ സ്റ്റേജിനും അനുസരിച്ചിട്ടുള്ള. അപ്പോൾ ആ ആർട്ടിഫാക്ട്സിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഓരോ സ്റ്റേജിലും പ്രോസസ്സിംഗ് നടക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഓരോ സ്റ്റേജും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഓരോ സ്റ്റേജിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കവിടെ ആർട്ടിഫാക്ട്സ് ക്രിയേറ്റ് ആയി വരും എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ S3 ബക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഐഡിയ കിട്ടും. സോഴ്സ് ഡയറക്ടറി ഉണ്ട്, അതുപോലെ ഔട്ട്പുട്ട് ഡയറക്ടറി ഉണ്ട്, സോഴ്സ് ഡയറക്ടറി ഉണ്ട്. അപ്പം ഈ ഔട്ട്പുട്ട് കോഡ് ബിൽഡിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വരുന്നതാണ് ഔട്ട്പുട്ട് ഡയറക്ടറി. അതിൽ നിന്നാണ് പിന്നീട് കോഡ് ഡിപ്ലോയ് എടുത്തുകൊണ്ട് വന്നിട്ട് ഡിപ്ലോയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം S3 എന്ന് പറഞ്ഞൊരു സർവീസാണ് കോഡ് പൈപ്പ് ലൈൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി ഒരു സിനാരിയോ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ ഡിപ്ലോയ് ചെയ്തു കഴിഞ്ഞു, അതായത് ഇപ്പോൾ സോഴ്സിൽ നിന്ന് കോഡ് പുൾ ചെയ്തുകൊണ്ട് വന്നു, നമ്മൾ കോഡ് ബിൽഡ് ഉപയോഗിച്ചത് ബിൽഡ് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് നടത്തി കഴിഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഡിപ്ലോയ് മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പാരലായിട്ട് തന്നെ ആ ഒരു ആർട്ടിഫാക്റ്റ്, ആ ഡിപ്ലോയ് ചെയ്ത കോഡ് നമുക്ക് മറ്റൊരു S3 ബക്കറ്റിലോട്ട്, ഫോർ എക്സാമ്പിൾ പറയുകയാണ് ഇപ്പോൾ, അങ്ങനെ നമുക്ക് മറ്റൊരു S3 ബക്കറ്റിലോട്ടും കൂടെ നമുക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്കിവിടെ ഒരു പാരൽ സ്റ്റേജും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒന്നല്ല, മൾട്ടിപ്പിൾ പാരൽ സ്റ്റേജസ് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഈ ഒരു പർപ്പസിന് വേണ്ടി നമുക്ക് ഒരു സ്റ്റേജും കൂടെ നമുക്കിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം. നമുക്ക് പൈപ്പ് ലൈൻ എഡിറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ലാസ്റ്റ് നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ നമുക്കിപ്പോൾ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഈ ഒരു സ്റ്റേജ് നമുക്ക് ഇവിടെ എഡിറ്റ് സ്റ്റേജ് കൊടുത്തു. ഇവിടെ ഞാൻ ആഡ് ആക്ഷൻ സ്റ്റേജ്, ആ ഒരു സ്റ്റേജ് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു ആക്ഷനും കൂടെ, നമ്മൾ പറഞ്ഞത് ഒരു പുതിയ സ്റ്റേജ് ആഡ് ചെയ്യുന്നതല്ല, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേജിൽ ഞാനൊരു ആക്ഷനും കൂടെ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, പാരലായിട്ടൊരു ആക്ഷനും കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പം ഓൾറെഡി നമുക്കിവിടെ ഡിപ്ലോയ് ചെയ്യാനുള്ളൊരു ആക്ഷൻ ഉണ്ട് ഈ ഒരു സ്റ്റേജിൽ ഡിഫോൾട്ടായിട്ടുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം ഒരു ആക്ഷനും കൂടെ നമുക്കിവിടെ ആഡ് ചെയ്യണം. ആഡ് ആക്ഷൻ എന്നും പറഞ്ഞ് ഞാനിപ്പോൾ കൊടുക്കുകയാണ്. അവിടെ നമുക്കൊരു പേര് കൊടുക്കാം, അപ്ലോഡ് ടു S3 എന്ന് പറഞ്ഞ് ഞാനൊരു മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പേര് കൊടുത്തു. എന്നിട്ട് ആക്ഷൻ പ്രൊവൈഡർ എടുത്തിട്ട് നമുക്ക് ആമസോൺ S3 എടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇൻപുട്ട് ആർട്ടിഫാക്റ്റ്, ഏത് ആർട്ടിഫാക്റ്റാണ് നമുക്ക് S3ലോട്ട് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത്, നമുക്ക് റിസൾട്ട് വന്നിട്ട് അതാണ് നമുക്ക് ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് S3ലോട്ട് അപ്ലോഡ് ചെയ്യേണ്ട നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ, എക്സാമ്പിളിന്. ഓക്കെ, അത് കൊടുത്തു. ബക്കറ്റ്, നമുക്ക് പുതിയൊരു അതിനൊരു ബക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി ഏതെങ്കിലും ഒരു ബക്കറ്റ് കൊടുത്ത് കാണിക്കുകയാണ്. S3 ഒരു കീ നമുക്ക് കൊടുക്കുക. നമുക്കിപ്പോൾ ഔട്ട്പുട്ട് ആർട്ടിഫാക്റ്റ്
എന്തെങ്കിലും ഒരു പേര് ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഫയൽസ് എക്സ്ട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യിക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് അഡീഷണൽ കോൺഫിഗറേഷൻ നമുക്ക് കീ ഉണ്ടെങ്കിൽ കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമുക്കിവിടെ ഡൺ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാരലൽ സ്റ്റേജസ്, നമുക്ക് പാരലൽ ആക്ഷൻ നമ്മൾ ഒരു സ്റ്റേജിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഏത് സ്റ്റേജസിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലത്തെ മൾട്ടിപ്പിൾ ആക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തോ അത് കഴിഞ്ഞിട്ടോ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തന്നത് ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കൊരു എക്സ്ട്രാ ഒരു ആക്ഷൻ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് S3 ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഒന്നുകൂടെ റിലീസ് കൊടുത്തു കഴിഞ്ഞാൽ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സെയിം കോഡ് ഞാൻ ഈ പറഞ്ഞു കൊടുത്ത S3 ബക്കറ്റിലോട്ടും കൂടെ അത് പുഷ് ചെയ്യും, അതിലോട്ടും കൂടെ കൊണ്ടുവന്ന് ഇടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണത് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതായത് കോഡ് പൈപ്പ് ലൈനും S3യും ആർട്ടിഫാക്ട്സും തമ്മിലുള്ള റിലേഷനും അത് തമ്മിൽ എങ്ങനെയൊക്കെ ഇൻ്റർ കണക്ട് ചെയ്യാമെന്നും പാരലൽ സ്റ്റേജസ് എങ്ങനെയൊക്കെ ആഡ് ചെയ്യാം മൾട്ടിപ്പിൾ ആക്ഷൻസിന് വേണ്ടി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്കിനി നെക്സ്റ്റ് സെഷനിൽ കാണാം.